പൊതിച്ചോർ വിതരണം ഒരു മന്ത്രിക്കും തടയാൻ കഴിയില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഡിവൈഎഫ്ഐ വിതരണവുമായി മുന്നോട്ടു പോകുമെന്ന് സനോജ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെയുള്ള ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ ഭക്ഷണ വിതരണത്തിൽ ഒരു തലത്തിലുള്ള രാഷ്ട്രീയം കലർത്തലും ഇന്നുവരെ ഡിവൈഎഫ്ഐ നടത്തിയിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഭക്ഷണപ്പൊതി കൊണ്ടുവരുന്നു, ഇവിടെ അഡ്മിറ്റായിട്ടുള്ള രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ അവരെല്ലാം വന്ന് ഭക്ഷണം വാങ്ങുകയാണ്. വരുന്നവരോട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ പോകുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുടെ വീട്ടിലുമല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലായിടത്തും ഡിവൈഎഫ്ഐ സഖാക്കൾ പോകുന്നു. അവരെല്ലാം സന്തോഷത്തോടു കൂടി ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഡിവൈഎഫ്ഐയെ ഭക്ഷണം പൊതിഞ്ഞു കൊടുത്ത് ഏൽപ്പിച്ചാൽ അർഹരായവരുടെ കൈകളിൽ എത്തും എന്നുറപ്പ് ഈ നാടിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിരവധി പ്രതിസന്ധികളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടം, ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ച ഒരു കാലഘട്ടമായിരുന്നു. അന്നും കേരളത്തിലെ ഒരു ആശുപത്രിയിലും അഡ്മിറ്റായ ഒരാൾക്കും ഭക്ഷണം മുടക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറായിട്ടില്ല. നിപ്പയുടെ അതിഭീകരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഭീതിതമായ ആ കാലത്തും ഭക്ഷണ പൊതി വിതരണം ചെയ്തു. പിന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഇപ്പോൾ തൃശ്ശൂരിൽ ഞങ്ങളൊരു സഖാവ് കൊലയ്യപ്പെട്ടു. ആ കൊലയ്യപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ സഖാവിൻ്റെ മൃതശരീരം കിടക്കുന്ന, ആ തണുത്ത് വിറച്ച് കിടക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ സഹസഖാക്കൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഭക്ഷണപ്പൊതി ശേഖരിച്ച് ആ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം മുടക്കാതെ വിതരണം ചെയ്തു. സഖാവ് VS-ന്റെ ഭൗതിക ശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴയിൽ പൊതുദർശനം വെച്ച സന്ദർഭത്തിൽ അന്നും ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഭക്ഷണ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധിയായ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലും ഈ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണയാണ്. പിന്നെ ഇപ്പോൾ മുരളീധരൻ ആരോപിക്കുന്ന ആരോപണം, എനിക്കറിയില്ല എന്തിനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായി ഈ പദ്ധതിയെ താറടിച്ച് കാണിക്കുക, ഈ പദ്ധതി ഒഴിവാക്കണം, ഇത് നിർത്തലാക്കും എന്നുള്ള ഒരു ധിക്കാരത്തിൻ്റെ ഭാഷയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഡിവൈഎഫ്ഐ എന്തോ രാഷ്ട്രീയം കാണിക്കുന്നു എന്നാണ്. ഞങ്ങൾ കൊടിയെടുത്തിട്ട് ഈ ആശുപത്രിയിൽ പ്രകടനം നടത്തുന്നില്ല. വരുന്നവരോട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസംഗം ഞങ്ങൾ നടത്തുന്നില്ല. ലോകത്തെമ്പാടും വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാം അവരുടെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി തന്നെയാണ് ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. പിന്നെ എന്താ സംഘടനയുടെ പേര് ഉപയോഗിക്കുന്നു, കൊടി ഉപയോഗിക്കുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാണ്. മുരളീധരനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സർക്കാരിൻ്റെ പല പദ്ധതികളുണ്ടല്ലോ, എന്തിനാ പ്രിയദർശിനി എന്ന പേര് വെച്ചത്? എന്തിനാ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ അതിനകത്ത് ഉപയോഗപ്പെടുത്തിയത്? ഇപ്പം മുരളീധരൻ്റെ ബഹുമാനപ്പെട്ട പിതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേരിൽ, കെ കരുണാകരൻ്റെ പേരിലാണല്ലോ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അത് രാഷ്ട്രീയമല്ലേ? ഇവിടെ ഡിവൈഎഫ്ഐക്കാർ നാട്ടിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ച് കൊണ്ടുവരുമ്പോൾ ആ വാഹനത്തിൽ ഒരു കൊടി കെട്ടുന്നതാണോ ഇവിടെ രാഷ്ട്രീയം? നിങ്ങളെ കൊണ്ട് കഴിയാത്തത് വേറെ ആരും ചെയ്യണ്ട എന്നാണ് ഇവരുടെ എല്ലാം കാഴ്ചപ്പാട്. കാരണം വയനാട് ദുരന്തമുണ്ടായി, ഞങ്ങളവിടെ ഓടിയെത്തി ഒരുപാട് സന്നദ്ധ പ്രവർത്തനം നടത്തി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കും. 25 പറഞ്ഞിട്ട് 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം അവിടെ സർക്കാരിൽ കൈമാറിയിട്ടാണ് ഡിവൈഎഫ്ഐ ആ പ്രവർത്തനം അവസാനിപ്പിച്ചത്. എന്നാൽ 30 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ചിട്ട് ഒരു വീട് പോലും നിർമ്മിക്കാത്ത യൂത്ത് കോൺഗ്രസ്.